അഭിഷേക് ബച്ചന്റെ സിനിമയുടെ ഫാനാണ് നിങ്ങൾ വെച്ചാൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നത്. കാളിദാർ ലാപ്പത്ത C5ലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ യൂഷ്വലി ഞാൻ കണ്ടുവന്നിട്ട് അഭിഷേക് ബച്ചന്റെ സിനിമയെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഒന്ന് വന്നിട്ട് അങ്ങേര് ഒരു കിടിലൻ ആക്ടറാണ്, അങ്ങേരെ പടങ്ങളൊക്കെ ക്വാളിറ്റി പടങ്ങളാണ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഞാൻ പേഴ്സണലി അതിൽ പെടുന്ന ആളാ. രണ്ടാമത്തെ വന്നിട്ട് അങ്ങേര് ചുമ്മാ ഒരു നെപ്പോ കിഡാണ് പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അവരോട് എനിക്ക് പറയാനുള്ളൂ, ഇത്രയേ ഉള്ളൂ പറയാൻ. അതായത് അങ്ങേരെ പടങ്ങളൊക്കെ ഇരുന്ന് കാണുക. സോ അങ്ങേരുടെ പണ്ട് നൂറ്റാണ്ടത്തെ പടങ്ങൾ പോയി കാണണം എന്നൊന്നും ഞാൻ പറയില്ല. ഈ ഇടയ്ക്ക് ഇറങ്ങിയ റീസെന്റ് ആയിട്ട് 5 to 6 മൂവീസ് കണ്ടാൽ മതി. ദാസ്വി, അതേപോലെ തന്നെ ഗൂമർ പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ബി ഹാപ്പി, ഐ വാണ്ട് ടു ടോക്ക്, ദപ്പ പിന്നെ കാളിദാ ലാപ്പത്ത. സോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങേരെ ഫാൻ ആയി പോകും. സോ ഈ സിനിമ പേഴ്സണലി ഒരു റീമേക്ക് ആണ്, പക്ഷേ അതിനോട് 100% ജസ്റ്റിസ് അവർ ചെയ്തിട്ടുണ്ട് പറയാം. ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയാം. അടിപൊളി പടമാണ്. സോ ഞാൻ ഈ സിനിമ കാണാൻ, ഇത് ഇറങ്ങിയ ദിവസം തന്നെ കാണാനിരുന്നതാണ്. അപ്പൊ കാണാനിരുന്നപ്പോ ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടപ്പോ എനിക്ക് ഇത് എവിടെയോ കണ്ട പോലെ തോന്നി. അപ്പൊ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ KD 2018 ഇറങ്ങിയ, 18 19 ഇറങ്ങിയ കറുപ്പുതുരൈ സിനിമയുടെ റീമേക്ക് ആണ്. സോ ഞാൻ അപ്പൊ കാണൽ നിർത്തിയതാണ്. പിന്നെ ഒന്നും കാണാനില്ല കൊണ്ട് ചുമ്മാ ഇരുന്ന് കണ്ടപ്പോ അന്ന് ഞാൻ ചെയ്തത് മണ്ടത്തരോ എന്ന് എനിക്ക് തോന്നി. അന്ന് രാത്രി ഞാൻ ആ സിനിമ കണ്ടിട്ട് വെച്ചാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ കിടന്നുറങ്ങിയേനെ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാ, ഇന്നാണ് അത് കണ്ടത്. അതൊരു കംപ്ലീറ്റ് മിസ്സായിരുന്നു. കിട്ടിലം പടം കേട്ടോ, നല്ല രസത്തിൽ എടുത്തു വെച്ച സിനിമയാണ്. സോ KDയുടെ തമിഴ് വേർഷനിൽ എങ്ങനെയാ വെച്ചാൽ 80-81 ആ ഏജിലുള്ള ഒരു അപ്പൂപ്പനെയാണ് കാണിക്കുന്നത് വെച്ചാൽ ഇതിലൊരു മിഡിൽ ഏജ്ഡ് മാൻ ആണ് നമ്മുടെ അഭിഷേക് ബച്ചൻ. സോ അങ്ങേരെ എനിക്ക് തോന്നുന്നു കോമയിൽ എണീറ്റ് പോണതാണ് കാണിക്കുന്നത് വെച്ചാൽ ഇങ്ങേർക്ക് വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഒരു മറവി രോഗമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങേരെ കൊണ്ടുപോയിട്ട് ഈ മറ്റേ കുംഭമേളയിലെ വീട്ടുകാർ ബേർഡൻ ആണെന്നുള്ള രീതിയിൽ കൊണ്ടുപോയി വിടുന്നു. പിന്നീട് ആ ചെക്കനെ പരിചയപ്പെടുന്നു. പിന്നീട് അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബാക്കിയൊക്കെ സിമിലർ തന്നെയാണ്. ഇതിൽ ആ പയ്യനെ എടുത്തു പറയുന്നത് ബല്ലു എന്നാണ് തോന്നുന്നു ക്യാരക്ടറിന്റെ പേര്. കിട്ടിലനായിട്ടാണ് ആ പയ്യൻ പെർഫോം ചെയ്തിരിക്കുന്നത്. കൂടെ അഭിഷേക് ബച്ചനും. ഇവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു റൊമാൻസിന്റെ പോർഷൻ ഉണ്ട്. ഇവൻ അതുവരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പല ഡയലോഗ്സും സിനിമയുടെ ഭയങ്കര വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അവര് പറയുന്നുണ്ട് എല്ലാ റിലേഷൻഷിപ്പിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കണം എന്ന്. ഒന്ന് നോക്കുമ്പോൾ ചുമ്മാ ഒരു ഡയലോഗ് അല്ല, ഭയങ്കര മീനിങ് ആയിട്ട് ഡയലോഗ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ് ആയിരിക്കും. ഇതിൽ അഭിനയിച്ച് ഈച്ച് ആൻഡ് എവറി വൺ കിടിലായിരുന്നു. പക്ഷെ ആ KD തമിഴ് വേർഷനിൽ ബിരിയാണിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ മറ്റേ അപ്പൂപ്പം വന്നിട്ട് എല്ലൊക്കെ കടിക്കുന്ന പോലെ ഇതിൽ അഭിഷേക് ബച്ചന് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങേർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആദ്യം ഇതിനൊരു റീമേക്ക് എന്തിനാണെന്നുള്ളതെന്ന് ആലോചിച്ചതാണ് ഞാൻ. പിന്നീട് എനിക്ക് മനസ്സിലായി വളരെ വൃത്തിക്ക് എടുത്തു വെച്ച നല്ലൊരു റീമേക്ക് ആണ്. സോ വേണ്ടവർ കണ്ടു.